ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ലാലേട്ടൻ ആർക്കൊക്കെയാണ് നല്ല ശരിക്കും വയറ് നിറച്ചു കൊടുത്തത്, ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാം ഒന്ന് നമുക്കൊന്നും കൂടി നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ വന്നു, എല്ലാവരെയും കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അക്ബറിനെ നല്ല വഴക്ക് കൊടുത്തു ലാലേട്ടൻ. അക്ബറിനെ നല്ല വഴക്ക് കൊടുത്തു കഴിഞ്ഞാൽ അക്ബറിന്റെ വായിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പദങ്ങളാണ് വീണിരിക്കുന്നത്. നമ്മളിപ്പം ആർക്ക് വേണമെങ്കിലും ആരെയും വഴക്ക് പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഒരു സഭ്യമായ ഭാഷയിൽ നമുക്കൊരു അതിർവരമ്പുണ്ട്. ഇതൊരു പബ്ലിക് പ്ലേസ് പോലെ ഒരു റിയാലിറ്റി ഷോ ആണ്. ഒരു കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിലൊന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലുള്ള സകലമായ മലയാളികളും ഇരുന്ന് കാണുന്ന ഒരു ഷോ ആണെന്ന് മനസ്സിലാക്കണം. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മളുടെ നമ്മളുടെ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് സാധിപ്പിക്കപ്പെടുന്നത്. കാരണം നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മുടെ ഭാഷയിലൂടെയാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നത്, കൺവേ ആവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഷ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീരഭാഷ, നമ്മുടെ തലയുടെ ചലനങ്ങൾ, നമ്മുടെ കൈയുടെ ചലനങ്ങൾ, നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചുമ്മാ ഉടലും ശരീരവും എല്ലാം കുലുക്കി സംസാരിക്കുന്നതൊക്കെ ചില പല രീതിയിൽ ആൾക്കാർക്കത് ഭയങ്കര അലസോരപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ, അപ്പം ആ പ്രയോഗിക്കുന്ന ഭാഷയിൽ പ്രത്യേകിച്ചും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാനേഴ്സ് കീപ്പ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ സെർവൻസ് ഒന്നും അല്ല കോ കണ്ടസ്റ്റന്റ്, അവരെയൊക്കെ പറയുന്നതിനൊരു മര്യാദയുണ്ട്. അപ്പോൾ അത് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടാണ് അക്ബറിനെ നല്ല വഴക്ക് പറഞ്ഞു. അതിനൊക്കെ അനീഷിനോട് അക്ബർ പില്ലോ എടുത്തെറിഞ്ഞ് ഭയങ്കരമായിട്ട് എന്തോ ഒരു ദേഷ്യമാണ്. ആ ടാസ്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കരമായ ഒരു ഫൈറ്റ് നടന്നിട്ട് അവിടെ ഇരുന്ന പില്ലോ അവിടെ വേറെന്തെങ്കിലും ഇരുന്നെങ്കിൽ അതും എടുത്തെറിഞ്ഞേനെ. അതിനുമുമ്പ് ഷാനവാസ് ഒരു ദിവസം കസേര എടുത്ത് ഇങ്ങനെ അടിക്കാനായിട്ട് അനീഷിനെ പൊക്കി. അതൊക്കെ നമ്മുടെ ബിഹേവിയർ അതൊക്കെ മാറ്റണം. പക്ഷെ ഷാനവാസ് ഇപ്പം മാറി, ഷാനവാസും അനീഷ് എന്നൊരു കോംബോ ഒരവസ്ഥയിലേക്ക് വഴക്കിടും. പക്ഷെ അവർ തമ്മിൽ എന്തോ ഒരു മൈൻഡിന് രണ്ടുപേർക്കും ഒരു യോജിപ്പുള്ളതുപോലെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത് ചിലപ്പോൾ ഉണ്ടാവാൻ, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ നമുക്ക് ആ കോംബോ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ വഴക്കിടിയിലും അവരുടെ രസകരമായ, കാരണം അനീഷ് ദേഷ്യപ്പെടുമ്പോൾ അനീഷ് മരക്കഴുതയെന്ന് വിളിക്കുമ്പോൾ ഷാനവാസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാ നമുക്ക് അതിൽ നിന്ന് ഒരു ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാം. ദേഷ്യം വരുമ്പോൾ കൃത്യമായി ദേഷിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പറഞ്ഞു അക്ബർ വേഗം കൺഫ്യൂഷൻ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. കൺഫ്യൂഷൻ റൂമിൽ ചെന്നതും ഇരുന്നതും ഉമ്മയാണ് സംസാരിച്ചത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർ കാണണം. അപ്പോൾ ഉമ്മ പറഞ്ഞ എന്താണ്, നീ ഇവിടെ നിന്ന് പോയ ആളേ അല്ലല്ലോ എന്ന്, നീ എന്താണ് ഇങ്ങനെ മാറിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ ഒരു അമ്മ, കാരണം അതേ കണക്ക് ലക്ഷക്കണക്കിന് ലാലേട്ടൻ പറഞ്ഞ കണക്ക് എത്ര അമ്മമാരാണെന്നറിയാം കാണുന്നത്. ഒരു മക്കൾ അവരെല്ലാം ഇപ്പം ഒരു 10-50 വയസ്സിന് മുകളിൽ 60 വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് നിങ്ങളെല്ലാം മക്കളാണെന്നാണ്. അപ്പോൾ ഇതേ കണക്കുള്ള മക്കൾ പോയിട്ട് അവർ തമ്മിലടിക്കുവാണ്, തെറി പറയുവാണ്, തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുവാണ്. അപ്പോൾ അത് കേൾക്കുന്ന പ്രേക്ഷകരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാന്യമായ ഭാഷ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും അക്ബർ ഉമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അക്ബർ കരഞ്ഞു കേട്ടോ. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് അത് ചെയ്തത്. കാരണം അവർക്ക് മനസ്സിലാവണം അവർ ചെയ്യുന്ന തെറ്റുകൾ. ഇനിയിപ്പോൾ കളി എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇനിയെല്ലാം വാഴകളായി മാറാതിരുന്നാൽ മതി. പറയേണ്ട സമയത്ത് പറയണം, അതിന് സഭ്യമായ ഭാഷ സ്വീകരിക്കുക. എന്തിനാണ് ഈ തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അപ്പോൾ ഇതാണ് അക്ബറിനെ പിന്നെ വന്ന് ലാലേട്ടൻ കാണിച്ചിരുന്ന പില്ലോ എടുത്തെറിഞ്ഞ കാര്യം പറഞ്ഞു. പിന്നെ അനുമോളെ ഭയങ്കരമായിട്ട് അക്ബർ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്ന ഇപ്പോൾ അനുമോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോർണറൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ അടിക്കുമെന്നുള്ള രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. എന്തായാലും ലാലേട്ടൻ അതെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഒനിയൽ ചീത്ത പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒനിയലിനെ ലാലേട്ടൻ ശാസിച്ചു. റെന ഫാത്തിമയായിട്ടുള്ള ആ ഒരു ഷോട്ടും, പിന്നെ റെന ഫാത്തിമ അത്ര വലിയ മോശമുള്ള കാര്യമല്ല ചെയ്തിട്ടുള്ളതെന്നും അതും കൂടി എടുത്തു പറഞ്ഞു. പിന്നെ അതിനൊക്കെ അഭിലാഷിനെ വഴക്ക് പറഞ്ഞു. പിന്നെ അതിനേക്കാട്ടി പ്രധാനമായിട്ടും പ്രേക്ഷകർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറഞ്ഞു. മതിയായല്ലോ, കുറച്ച് മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് പ്രേക്ഷകർ പറഞ്ഞു. ആര്യൻ, അഭിലാഷ്, ഒനിയൽ,
ഇവരെല്ലാം ആരും ചെരുപ്പെടുത്തെറിഞ്ഞ്. അപ്പോൾ ഇവരെല്ലാം വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു ഷോ കാണാൻ പോലും തോന്നാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അവിടെ പ്രേക്ഷകർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും പ്രേക്ഷകരുടെ മുന്നിൽ വലിയ രാജാക്കന്മാരായിട്ടിരുന്ന പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പത്തി അങ്ങ് താന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. പണിപ്പുര ടാസ്ക് ഫസ്റ്റ് ടാസ്കിൽ ആരൊക്കെയായിരുന്നു? ഒനിയൽ, നിവിൻ, അനീഷ്, ജിസേൽ, അതേപോലെ ശരത്ത്, ആദിൽ, അനൂർ, ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഓരോ ഗെയിം കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്കിൽ തന്നെ പിന്നെ ഭൂമി കയ്യേറ്റത്തിൻ്റെ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ കയ്യേറ്റത്തിൽ നമ്മുടെ രേണു സുധി അനങ്ങാതെ നിന്നതിനെ കുറിച്ച് പറഞ്ഞു. കാരണം കറക്റ്റാണ്, രേണു സുധി ഒന്നും ചെയ്തില്ല, മാറി നിന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നന്നായിട്ട് കളിക്കുന്നതും നമ്മൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് കണ്ടതാണല്ലോ ലൈവില്. നമ്മുടെ അനിമോള് ഉടുപ്പിൻ്റെ കീഴിലോട്ട് എല്ലാവരും കുത്തി കയറ്റി വെച്ചിട്ട് പിന്നെ ക്യാമറയിൽ നോക്കി പോടാ ഇങ്ങനെ പറയുന്നതൊക്കെ ഭയങ്കര ക്യൂട്ട്നസ് ഉണ്ടായിരുന്നു. ക്യൂട്ട്നസ് വാരി വിതർന്നു എന്നറിയത്തില്ല, എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ എടുത്ത് കാണിച്ച് എല്ലാവരും തമ്മിലടിക്കുന്നു. അപ്പോൾ പറഞ്ഞത് എത്ര അടിയാലും ഒരു രസം ഉണ്ടായിരുന്നു. നമ്മൾ അനീഷിനെയൊക്കെ ഇങ്ങനെ ഷാനവാസ് ഉടുപ്പിന് പിടിച്ച് ഇങ്ങനെ തൂക്കി അങ്ങ് എറിയുന്നത്. അത് കണക്ക് ആദില ഓടി വന്ന് ഷാരിഖിനെ പിടിച്ച് തള്ളുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടിയാണെങ്കിലും അവർ കണ്ടസ്റ്റന്റുകൾ ഇഞ്ചറി പിടിച്ചിരുന്നതിൽ ഞാനിവിടെ ചിരിച്ച് മരിച്ച് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ലാലേട്ടനും പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വളരെ നല്ല ടാസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി കയ്യേറ്റത്തിന് പിന്നെ ഹോട്ട് സീറ്റിൽ നമ്മുടെ സരികയും ഷാരികയും തമ്മിലുള്ള ഹോട്ട് സീറ്റ് ഉള്ളായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ സംസാരിച്ചതായിരുന്നു തോന്നുന്നു, നമ്മളിവിടെ റിവ്യൂ ഇട്ടതായിരുന്നു. അപ്പോൾ ഹോട്ട് സീറ്റ് വരാനായിട്ട് പിന്നെ സരികയെ കലാഭവൻ സരികയെ ഷാരിക ക്ഷണിച്ചു. അങ്ങനെ വന്നു. ഞാൻ സരിക ആവശ്യപ്പെട്ടതനുസരിച്ചെന്നാണ് ഇപ്പം പറഞ്ഞതായി ചിലപ്പോൾ ആയിരിക്കാം. അപ്പോൾ അപ്പം എന്തൊക്കെയോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവർ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലമായി മാറി. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, അല്ലാണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് തിരിച്ചു എന്തെങ്കിലും വേണമെങ്കിലും പറയാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പം അതായിരുന്നു ഹോട്ട് സീറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താണ് പിന്നെ മുടി വെട്ടുന്ന നമ്മുടെ അനീഷിൻ്റെയൊക്കെ ലാസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, അനീഷിൻ്റെയൊക്കെ ആ ഒരു ടാസ്കിൻ്റെ കാര്യം ചോദിച്ചു. കാരണം പിന്നെ ഈ മൃഗങ്ങളുടെ പേരിൻ്റെ കാര്യം ചോദിച്ചു. രേണുസുതി എന്താ ആമ എടുത്തത്? കറക്റ്റാണ്, രേണുസുതി ഇപ്പം ആമയാണ്. എത്ര ഇഴഞ്ഞാലും എവിടം വരെ തന്നെ ആപ്പടെ 100 ദിവസങ്ങൾ ഇപ്പം 3 ആഴ്ചയായി. 3 ആഴ്ച കൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ഇവിടെ എത്തിയില്ല. ഇവിടെ പുറത്ത് കിടന്ന് എന്തുമാത്രം ബഹളവും ഉടായ്പും ഇതൊക്കെ ആയിരുന്നു. അവിടെ ചെന്നിട്ട് ഫിസിക്കൽ ടാസ്കും ഇല്ല, മെൻ്റൽ ടാസ്കും ഇല്ല, എവിടെയെങ്കിലും മൂലയില്ല അയ്യോ വയ്യായേ എന്ന് പറഞ്ഞിരിക്കുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ലാലേട്ടൻ ഇവരോട് കൂടുതലൊന്നും ചോദിക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ സ്വഭാവം അറിയാലോ, ഇവർ പുറത്ത് വന്ന് എന്താണ് പറയുന്നതെന്നും ലാലേട്ടനും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ലാലേട്ടൻ ഒരുപാട് ചോദ്യം രേണു സുധിയോട് ചോദിക്കില്ല, എപ്പോഴും അങ്ങനെ. പിന്നെ കാർഡ് ഉണ്ടല്ലോ, ഭർത്താവ് മരിച്ച സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കയ്യിൽ ഇരിപ്പുണ്ടായതുകൊണ്ട് ലാലേട്ടനും കൺട്രോൾ ചെയ്തേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ മൃഗങ്ങളെ എടുത്ത കാര്യം ചോദിച്ചു. അനീഷ് പിന്നെ ആന എടുത്തു, അതുപോലെ തന്നെ അക്ബർ കഴുകനെ എടുത്തു, നമ്മുടെ പിന്നെ രേണു ആമേനെ എടുത്തു. അങ്ങനെ ഓരോരുത്തരും എടുത്ത കാര്യങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ അനീഷ് 3 ധൈര്യശാലികളെ ഹൗസിലുള്ള ആൾക്കാർ അങ്ങോട്ട് വിട്ടല്ലോ. ഈ ധൈര്യശാലികളെ കുറിച്ച് തിരിച്ചു വന്ന് എന്തുമാത്രം ബഹളമായിരുന്നു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചു. ലാസ്റ്റ് മുടി മുറിക്കാൻ ആരാണ് തയ്യാറായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശൈത്യ പിന്നെ നമ്മുടെ അനിമോള് ഒക്കെ മുടി മുറിക്കാൻ തയ്യാറായി. മുടി മുറിക്കാവോ? ശരി, ഉറപ്പാണോ? ഉറപ്പ്. അപ്പോൾ ശരി, നിങ്ങൾ അന്നേ വെച്ചിട്ട് പോയ ആ സാധനം അവിടെ ഇപ്പോണ്ട് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം അവർ പോയിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് അത് എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു ഇത് തുറന്നു നോക്കിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ജിസേൽ പറഞ്ഞു തുറന്നു. അപ്പോൾ അത് തുറന്നു പോലെ നോക്കിയിട്ടില്ല, ലെറ്റർ വായിച്ചിട്ടേ ഉള്ളൂ. ആ ബോക്സിനകത്ത് നിങ്ങൾ എന്താ തുറന്നു നോക്കാൻ ഞാൻ. അപ്പോൾ ജിസേൽ ഉടനെ തുറന്നു നോക്കുമ്പോൾ ഇനി നിങ്ങൾ തുറന്നു നോക്കണ്ട എന്നും പറഞ്ഞിട്ട് വേറെ അഭിയെ കൊണ്ട് തുറപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു പിന്നെ ഇത് ഷേവ് ചെയ്യുന്ന ട്രിമ്മർ കണ്ടു. ആ ട്രിമ്മർ അപ്പോൾ ഷേവ് ചെയ്യണം. അപ്പം ശൈത്യല്ലേ മുടി വെട്ടാന്ന് പറഞ്ഞാൽ, ശൈത്യം ഉറപ്പാണ് മുടി വെട്ടാൻ ആന്ന് പറഞ്ഞു. ട്രിമ്മർ കണ്ടു. ഇപ്പം മുടി വെട്ടാൻ ശൈത്യ തയ്യാറായി. ഞാൻ മുടി വെട്ടാം ലാലേട്ട, പിന്നെ ഷോയ്ക്ക് വേണ്ടി അങ്ങനെയല്ല, മത്സരമല്ലേ, ഞാൻ മുടി വെട്ടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്താണ് ഒരു കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വായിച്ചപ്പോൾ മുടിയൊന്നും വെട്ടണ്ട, ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ആളായിട്ട് നടന്നാൽ മതിയായിരുന്നു. ഇവരിത് വായിക്കാതെ ഇവരെ പിന്നെ കൃത്യമായിട്ട് ഇത് ചെയ്യാതെ തുറന്നു പോലും നോക്കാതെ ഇവർ ആ ലെറ്റർ മാത്രം വായിച്ചു. യഥാർത്ഥത്തിൽ അനീഷ് ചെയ്തായിരുന്നു കറക്റ്റ്. അനീഷിനകത്ത് അപ്പം ലാലേട്ടൻ ചോദിച്ചാൽ ആദ്യം തന്നെ അനീഷിന് എന്തായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ ചോദിച്ചു ഇപ്പോൾ മുതൽ
ബിഗ് ബോസ് ഹൗസിൽ മിണ്ടാൻ പാടില്ല സീസൺ കഴിയുന്നവരെ. അപ്പോൾ ചേച്ചി നിങ്ങൾ തയ്യാറായിരുന്നോ? തീർച്ചയായിട്ടും തയ്യാറായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാണ്, എന്തായാലും ബിഗ് ബോസ് ഒരിക്കലും പിന്നെ ഷോ തീരുന്നത് വരെ അനീഷ് മിണ്ടാതിരിക്കാൻ ഒരാളിന് അങ്ങനെ കൊടുക്കത്തില്ല. അപ്പം ഒരാഴ്ച 2 ആഴ്ച അല്ല, 2 ദിവസം 1 ദിവസം മിണ്ടാതിരിക്കാം. അപ്പോൾ അതൊരു മൈൻഡ് ഗെയിം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ആ സെക്കൻഡ് മുതൽ അയാൾ മിണ്ടിയിട്ടില്ല. അതാണ് ഗെയിം. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അനീഷ് ചെയ്തതാണ് കറക്റ്റ്. അനീഷാണ് കറക്റ്റ്. അനീഷാണ് ആ ഗെയിം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തത്. വേറെ ഒരു പൊട്ടന്മാർക്ക്, ഒരു മന്ദബുദ്ധികൾക്ക് മനസ്സിലായില്ല. എല്ലാവരും അനീഷിന്റെ തോളെ കയറാൻ നിന്ന് ജയിലിലോട്ട് വരെ, അതിന് അനീഷിന്റെ ജയിൽ നോമിനേഷൻ വരെ ചെയ്തത്. ശൈത്യമൊക്കെ ജയിൽ നോമിനേഷൻ ചെയ്ത് അതിന്റെ പേരിലാണ്. അനീഷ് കളിച്ചില്ല. അനീഷേ ഉള്ള ആ ഗെയിം കൃത്യമായിട്ട് മനസ്സിലാക്കി കളിച്ചത്. അപ്പം അതാണ് ആ ഒരു ടാസ്കിൻ്റെ കാര്യം. അപ്പോൾ ലാലേട്ടൻ അത് അനീഷിനെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെയാണ് റിവ്യൂ ഇട്ടത്. അനീഷ് ചെയ്തതാണ് കറക്റ്റ്. കാരണം ഇപ്പോൾ മുതൽ എന്ന് എഴുതുന്ന അതിനാണ്. ഇപ്പോൾ മുതൽ എന്നല്ലെങ്കിൽ എഴുതേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ ഹോട്ട് സീറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കലാഭവൻ സരിക എഴുന്നേറ്റ് നിന്നിട്ട് ഉടനെ തന്നെ ഒരു ബസർ അടിച്ചു. ബെല്ലടിച്ചു സ്റ്റോർ റൂമിൽ. അപ്പോൾ പറഞ്ഞു, സരിക എന്തായാലും എഴുന്നേറ്റ് നിൽക്കുമല്ലേ, സരിക ചെല്ലാൻ പറഞ്ഞു, സ്റ്റോർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം സരിക സ്റ്റോർ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫയൽ ഉണ്ടായിരുന്നു, അതിനകത്ത് ഒന്നും എഴുതാത്തൊരു പേപ്പർ. അപ്പോൾ സരിക അപ്പോൾ കതക് തുറക്കുന്നില്ല. അകത്ത് കയറിയതും കഥ കടഞ്ഞു. അപ്പോൾ സരിക നോക്കിയപ്പോൾ കതക് തുറക്കുന്നില്ല, ഒന്നും തുറക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഉടനെ ജിസേൽ പറഞ്ഞു ഇത് എവിക്ഷനാണ് എന്ന്. കുറച്ച് നേരം കാണായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് എന്തോ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് ലാലേട്ടൻ അങ്ങ് മുങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാൾ വന്ന് കണ്ണ് മൂടിക്കെട്ടി സരികനെ ഇപ്പുറത്തൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പം സരിക അങ്ങനെയാണ് ഭയങ്കര ഒരു എവിക്ഷനായി പോയിട്ടോ. വളരെ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭയങ്കര 7ന്റെ പണി എവിക്ഷനായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്ന് എവിക്ഷൻ. അപ്പോൾ അതുവരെ കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളെ. എന്തൊക്കെയാണ് അടുത്ത വിശേഷം? ഇനി ആരാണ് ഈ എവിക്ഷനിൽ വരാൻ പോണേ? ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഒന്നിൽ ശൈത്യ അല്ലെങ്കിൽ ഷാരിക, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും ഒരു എവിക്ഷനും കൂടി എന്തായാലും ഉണ്ടാവും. കാരണം ഇത്രയും ആൾക്കാരല്ലേ, ഇനി വൈൽഡ് കാർഡ് വരണ്ടേ? പിന്നെ 21 ദിവസമായില്ലേ, 3 ആഴ്ചയായില്ലേ. അപ്പോൾ എന്തായാലും വൈൽഡ് കാർഡൊക്കെ വരണം. കാരണം ഇവരുടെ കളി പോരാ. അപ്പോൾ എന്തായാലും 7ന്റെ പണി എലക്ഷനാണ് ബിഗ് ബോസ് കൊടുത്തത്. അപ്പോൾ ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ